ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മഞ്ഞ കളറുള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോ. നാരങ്ങ അച്ചാർ ചുമന്ന കളറുള്ളതിനേക്കാളും എനിക്കൊരുപാട് ഇഷ്ടം മഞ്ഞ കളറുള്ള നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ വാട്ടിയെടുക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാത്തുവാണെങ്കിൽ വന്നിട്ട് നാരങ്ങ വേണം എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്തില്ല. ഞാൻ രണ്ടൂന്ന് തുള്ളി അവളുടെ വായിലൊഴിച്ച് കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് നാരങ്ങ മുറിക്കണം. ഞാനിവിടെ ചെറുതായിട്ട് നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഞാനിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ എടുത്തിടാം. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കണം. ആദ്യമായിട്ട് പാചകം പഠിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചു. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് അച്ചാറിൻ്റെ അകത്തോട്ട് വേണ്ട സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിയാണ് കേട്ടോ. പച്ചമുളകിനേക്കാളും നല്ലത് നമുക്ക് കാന്താരിയാണ്, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. ഇനി കുറച്ച് കരിയാപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കണം. ചട്ടിക്കകത്തോട്ട് നമുക്ക് ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ എടുത്ത് അതിൻ്റെ അകത്തോട്ടിടണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഉലുവ ഇട്ടാൽ മതി. ഉലുവയും കൂടി ഇട്ട് അതോടെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കാന്താരിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കാന്താരിയാണ്. അപ്പോൾ കാന്താരിയും കൂടി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഒരു കുറച്ച് നേരത്തേക്ക് അതിൻ്റെ അകത്ത് കിടന്നൊന്ന് ശരിക്കും ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നതും അതുപോലെ നാരങ്ങ ഇടുന്നതും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര. നമ്മൾ എടുത്തേക്കുന്ന നാരങ്ങയനുസരിച്ച് വേണം പഞ്ചസാര ഇടാൻ. അപ്പോൾ അങ്ങനെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.